അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. പള്ളിപ്പാനയോടനുബന്ധിച്ചുള്ള കഞ്ഞി ഇപ്പോൾ രാത്രിയാണ്. ഞാനിവിടെ വന്നു. അപ്പം കഞ്ഞി കുടിക്കാൻ പോവാണ്. കഞ്ഞിക്ക് അത്രമുണ്ട്, പിന്നെ ഒരു മാങ്ങാച്ചാർ. സാറേ, എല്ലാവരും വന്ന് ഭഗവാന്റെ ഈ ഒരു നടക്കുന്ന പുണ്യകർമ്മത്തിൽ പങ്കെടുക്കണം. എവിടെ ഇങ്ങനൊരു കർമ്മം, ഒരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ പറ്റിയ ഭാഗ്യമായിട്ട് കാണും. ഞങ്ങളൊക്കെ ഇടയ്ക്ക് വന്ന് ഇവിടുന്ന് പിടിക്കുന്നത്. ഇദ്ദേഹമാണ് ഹരിദാസ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പള്ളിപ്പാനയുടെ ഈ ചടങ്ങുകളൊക്കെ ക്ഷേത്രത്തിൽ ഇപ്പം നടക്കുന്നത്. ഞങ്ങൾ അന്തിപ്പേ കാവലേർ എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അത് ഞങ്ങൾ വേലൽ സമുദായക്കാരുടെ പിതാമഹന്മാരെ സ്മരിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ സമുദായത്തിലുള്ള ആൾക്കാരെ കോലമെഴുതി അവർക്ക് സമർപ്പിക്കുന്നതാണ്. അത് നമ്മുടെ കിഴക്കേ ഗോപുര നടയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ പുറപ്പാടാണ്. അതായത് പള്ളിപ്പാന ചടങ്ങിൽ, അതായത് ഈ പള്ളിപ്പാന ആദ്യമായിട്ട് നടക്കുന്ന പരമശിവനെ കാണുവാൻ ബ്രഹ്മദേവൻ എത്തിയതിൻ്റെ ഒരു ഐതിഹ്യത്തിൻ്റെ പരമായിട്ട് ബ്രഹ്മൻ കോലം, അത് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ കോലം മുഖത്തെഴുതി പള്ളിപ്പാന പന്തലിലേക്ക് എത്തുന്നതാണ്. അതിനുശേഷം കാലൻ കോലമാണ്. അതായത് യമരാജാവ് പള്ളിപ്പാന പന്തൽ സന്ദർശിച്ചതിൻ്റെ, പള്ളിപ്പാനയുമായിട്ട് ബന്ധപ്പെട്ട് സന്ദർശിച്ചതിൻ്റെ സ്മരണാർത്ഥം കാലൻ പുറപ്പാട്, അത് കിഴക്കേ ആലിൻചുവട്ടിൽ, അത് ഗോപുരത്തിൻ്റെ വെളിയിൽ കിഴക്കേ ആലിൻചുവട്ടിൽ നിന്നാണ് ആ കോലം പുറപ്പെടുന്നത്. അത് ഞങ്ങളുടെ ജനക സമുദായക്കാർ എഴുതി കൊടുക്കുന്നത്. അവസാന ദിവസം ശാസ്താം പുറപ്പാട്, അത് അമ്പലത്തിലെ പരിപാടിയാണ്. ശാസ്താം പുറപ്പാടെന്ന് പറഞ്ഞാൽ അതായത് മാതൃസ്ഥാനിയായ ശാസ്താവ് പള്ളിപ്പാന പന്തലിലേക്ക് എത്തുന്ന ഒരു ചടങ്ങാണ്. അത് ഞങ്ങൾ ഗണക സമുദായക്കാർ വേല സമുദായത്തിന് എഴുതി കൊടുക്കുന്നതാണ്. പിന്നെ ഈ പള്ളിപ്പാന തീരുന്നതിൻ്റെ തലേ ദിവസം വലിയ കോലം, കാളിയും രാജികനും വരവാതെ ഭൈരവിക്കോലം എന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ കുടുംബമായ കാട്ടുവേലിക്കകം കുടുംബത്തെ ആമയിടയിൽ നിന്നാണ് അത് വരുന്നത്. ഇത് കോലങ്ങൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ അമൽ ഗണകൻ എന്ന് പറഞ്ഞാണ് കേരളത്തിലെ ഫോക്ലോർ അവാർഡ് ജേതാവാണ്. ഈ കോലം തുള്ളുന്നതും ഒരു ഫോക്ലോർ അവാർഡ് ജേതാവ് ദിലീപ് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ അമൽ ഗണകനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രമുഖ ക്ഷേത്രത്തിലെ കടമനിട്ട പറയണി അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ കോലം എഴുതി കൊടുത്ത ഒരു നല്ല ഒരു കലാകാരനാണ്, അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. ഇത് 21-ാം തീയതി കാട്ടുവേലി കുടുംബത്തിൽ നിന്ന് വരുന്ന ദാരികനും കാളിയും ദാരികനും കോലം, ഭൈരവിക്കോലത്തോടുകൂടി ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടി സമാപിക്കും. അതുപോലെ തന്നെ പള്ളിപ്പാന മഹാകർമ്മം കൈലാസനാഥനായ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും നടത്തിയ പള്ളിപ്പാന മഹാകർമ്മത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങ് വലിയ കൂമ്പുബലി നടക്കുന്നത് ഫെബ്രുവരി മാസം 22-ാം തീയതി രാത്രിയിലാണ്. ക്ഷേത്രത്തിന് മുമ്പിലെ പള്ളിക്കളത്തിന് മുന്നില് ചെറിയ കൂമ്പുബലിക്ക് സമീപമായി ഉയർച്ചയുള്ള അടക്കാമരത്തിൽ തയ്യാറാക്കുന്ന വലിയ കൂമ്പ് ഏറ്റവും മുകളിലായി കൈലാസക്കോൽ വെച്ച് ആരാധിച്ച് വലിയ കൂമ്പുബലി എന്ന സന്നിധിയിൽ അനുഗ്രഹം ലഭിച്ച് സമീപത്തുള്ള കാടുകളിലെത്തി ചൂരൽ കാടുകൾ ശരീരത്ത് വരിഞ്ഞു മുറുക്കി നിരവധിയായ മരങ്ങളും മറ്റും പിഴുതെടുത്ത് കൊണ്ടുവന്ന് ദേവസന്നിധിയിൽ ആനന്ദ നൃത്തം ചവിട്ടുന്ന സുപ്രധാനമായ ചടങ്ങ് പള്ളിപ്പാനയുടെ 14-ാമത്തെ ദിവസം രാത്രിയിലാണ്, ശനിയാഴ്ച രാത്രിയിലാണ്. പള്ളിപ്പാനയുടെ 15-ാം ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പള്ളിപ്പാന ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കും. അന്നേ ദിവസം രാവിലെ ക്ഷേത്ര പരിസരത്താകെ പരിലാളിച്ചു കിടക്കുന്ന പ്രച്ഛന്ന വേഷധാരികളായ പുറനാടികൾ, ആ പുറനാടികളെ ഗുരുതി കൊടുക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങാണ്. പുറനാടികളെ പണ്ട് കാലത്ത് നരബലി കൊടുത്തിരുന്നു എന്നാണ് വിശ്വാസം.
ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുള്ള റോഡിന് വടക്കു ഭാഗത്ത് തോടിനോട് ചേർന്നുള്ള ഇറക്കൊടി കളത്തട്ടിന്റെ സമീപത്ത് ഒരു പീഠം തയ്യാറാക്കി ആ പീഠത്തിൽ വെച്ച് പ്രച്ഛന്ന വേഷധാരികളായ പുറനാടിയെ കുരുതി കൊടുക്കുന്ന പുറക്കളത്തിൽ ഗുരുതി എന്ന ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങ് 15-ാം തീയതി രാവിലെ ക്ഷേത്രസന്നിധിയിൽ രാവിലത്തെ ഓത്തിന് ശേഷം 9 മണിക്ക് ശേഷം നടക്കുകയാണ്. അതിനുശേഷം ഈ പുറനാടികൾ ക്ഷേത്രസന്നിധിയിൽ പ്രവേശിക്കണമെങ്കിൽ 12 വർഷം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ആചാര്യമതം. അങ്ങനെ 12 ആചാര്യമതം. അന്നേ ദിവസമാണ് കാപ്പഴിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങ് നടക്കുക. അന്നേ ദിവസം ഇവിടെ 2-ാം ദിവസം നടന്ന ശുദ്ധി കലശപൂജ, രക്ഷാകലശപൂജ, ആ കലശപൂജ കലശം വീണ്ടും പള്ളിപ്പന്തലിലേക്ക് എഴുന്നള്ളിച്ച് 5 സ്വർണ്ണക്കാപ്പുകളും ഒരു അനവധിയായ ചടങ്ങുകളുടെ സമ്പുഷ്ടമാണ് പള്ളിപ്പാന മഹാകർമ്മം. തൊട്ടുകൂടായ്മയും തീണ്ടലും കൊടികുത്തി വാണ ഒരു കാലഘട്ടത്തിൽ സാധാരണ ജനവിഭാഗത്തെ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്ര സ്ഥലത്തു നിന്നും അകറ്റി നിർത്തിയിരുന്ന ആ പഴയ കാലഘട്ടത്തിൽ ചമ്പകശ്ശേരി ഭരിച്ചിരുന്ന പൊന്നു തമ്പുരാൻ ഇവിടുത്തെ സാധാരണക്കാരായ ജനവിഭാഗത്തെ വിവിധ സമുദായങ്ങളിൽപ്പെട്ട സാധാരണ മനുഷ്യരെ വിളിച്ചു വരുത്തി ദേവനെ നേരിട്ട് പൂജിക്കുവാനുള്ള അവകാശവും അധികാരവും നൽകിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് 12 വർഷത്തിലൊരിക്കൽ ആ നിയമവും നീതിയും കൃത്യമായി നടപ്പാക്കുന്ന, ആ ആചാരങ്ങൾക്കൊരു വിഘ്നവുമില്ലാതെ കൃത്യമായ ദ്രവ്യങ്ങൾ നൽകി നല്ല രീതിയിൽ നടത്തുന്ന പള്ളിപ്പാന മഹാകർമ്മം. പള്ളിപ്പാന മഹാകർമ്മത്തിന്റെ മഹത്തായ 11-ാം ദിവസമാണ് ഇന്ന്. ഇനി 3.5 ദിവസങ്ങൾ മാത്രമാണ് പള്ളിപ്പാനയ്ക്ക് ബാക്കിയുള്ളത്. ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളും ക്യൂവിലൂടെ നിങ്ങൾ ഭീഷ്മ സരസയ്യായനത്തിന്റെ മുന്നിലെത്തി നിങ്ങളുടെ ദോഷം, കണ്ണേറും ദോഷങ്ങൾ, നാവേറും ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി പണം തലയ്ക്ക് ഒഴിഞ്ഞ് കാണിക്ക വഞ്ചിയിൽ നിക്ഷേപിച്ച് തൊട്ട് കിഴക്ക് വശത്തുള്ള വേലക്കൊടിലുകളിലെത്തി നിങ്ങളുടെ കേശാദി പാദം മുതൽ പാദാദി കേശം വരെയുള്ള ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടിൽ പങ്കെടുക്കുവാൻ ക്ഷേത്ര പരിസരത്താകെ പരിലസിച്ച് കിടക്കുന്ന പുറനാടികളെ കണ്ട് ഓത്തിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണ്. ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഇനിയും 12 വർഷം കാത്തിരിക്കേണ്ടി വരും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എന്നുള്ളത് പ്രത്യേകം ഓർത്തുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങളും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ പറ്റിയ ആദരപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒരുക്കിയിട്ടുണ്ട്. ഈ അത്താഴക്കഞ്ഞിയിൽ പരമാവധി എല്ലാ സജ്ജനങ്ങളും പങ്കെടുക്കുവാൻ പറ്റിയ ആദരപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഏതാനും സമയം കൂടി കഴിയുമ്പോൾ പീഠബലി അഥവാ പീഠപൂജ. ഇന്നലത്തെ ദിക്കുബലിയിലൂടെ അഷ്ടദീപാലകന്മാരെ ആവാഹിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചു എങ്കിൽ ഇന്ന് അഷ്ടലക്ഷ്മിയെ ആവാഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങാണ്. ക്ഷേത്രത്തിന്റെ പള്ളിക്കളത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന 8 കളങ്ങളിലായിട്ട് കൊയ്മവടിയിൽ ആവാഹിച്ച ദേവൻ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ, കൊയ്മസ്ഥാനിയുടെ അകമ്പടിയോടെ, ദേവസ്വം അധികാരികളുടെ അകമ്പടിയോടെ മേൽശാന്തി എഴുന്നള്ളിച്ച് പള്ളിപ്പന്തലിൽ എത്തിക്കും. തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങളും ഇടുപണ മെഡൽ അഥവാ ഭീഷ്മ സരസയ്യായനത്തിന്റെ മുന്നിലെത്തി നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി പണം തലയ്ക്ക് ഒഴിഞ്ഞ് കാണിക്കുള്ള ഓത്തിൽ പങ്കെടുക്കുവാനുള്ള സുവർണ അവസരമാണ്. ക്ഷേത്ര പരിസരത്തെ പള്ളിക്കളത്തിന് സമീപമുള്ള പ്രച്ഛന്ന വേഷധാരികളായ പുറനാടികളെ സമീപിച്ചും നിങ്ങൾക്ക് ഓത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. 12 വർഷം ഇനിയും കാത്തിരിക്കേണ്ടി വരും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ എന്നുള്ളത് കൊണ്ട് പരമാവധി സജ്ജനങ്ങൾ ഓത്തിൽ പങ്കെടുക്കുവാൻ അറിയിക്കുക. ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും അത്താഴക്കഞ്ഞി ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കുവശമുള്ള അലങ്കാര ഗോപുരം ഇറങ്ങി തെക്കേ സൈഡിലുള്ള സി വാസുദേവം ട്രസ്റ്റ് ഹാളിലാണ് അത്താഴക്കഞ്ഞി വിതരണം നടക്കുന്നത്. ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങളും അത്താഴക്കഞ്ഞി പങ്കെടുക്കുവാൻ സ്നേഹാദരങ്ങളോടെ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ
ജലധാര അമ്പലപ്പുഴയും ആര്യാസ് ഹോട്ടൽ അമ്പലപ്പുഴയും ചേർന്ന് പള്ളിക്കുടിലുകൾക്ക് കിഴക്ക് വശത്തായിട്ട് ചുക്ക് കാപ്പി സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രയോജനവും ഉപയോഗിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹാദരങ്ങളോടെ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ കുടിവെള്ളം ക്ഷേത്ര പരിസരത്ത് ആകെയുണ്ട്. ആചാര അനുഷ്ഠാനങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ പള്ളിപ്പാനയുടെ ചരിത്രം, ഐതിഹ്യം, അതിന്റെ നാളുകളിൽ, അതേപോലെ തന്നെ അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ. പള്ളിപ്പാന മഹാകർമ്മത്തിന്റെ 11ാം ദിവസമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമികളുടെ തൃപ്പാദങ്ങളിൽ നടക്കുന്ന സമയം കൂടി കഴിയുമ്പോൾ ക്ഷേത്രത്തിലെ അത്താഴ സ്വീകരിക്ക് ശേഷം ക്ഷേത്രത്തിന്റെ തുടങ്ങാത്ത നടയായിട്ടുള്ള പടിഞ്ഞാറേ നടയിൽ നിന്ന് കോയമ്പടിയിൽ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി കോയമ്പസ്ഥാനിയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രം മേൽശാന്തി വാദ്യഘോഷങ്ങളോടെ പള്ളിപ്പന്തലിലേക്ക് ആനയിച്ച് പള്ളിപ്പന്തലിലുള്ള സ്ഥലകൂടത്തിൽ പ്രതിഷ്ഠിതമാക്കുന്നു. തുടർന്ന് വേലക്കൊടുകളിൽ വോട്ടിനെ തുടർന്ന് ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പീഠബലി അഥവാ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഏതാണ്ട് രാത്രി 9 മണിക്ക് ശിശുവെടുപ്പ് എന്ന ചടങ്ങ് നടത്തുകയാണ്. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇവർ വരണമെന്നുണ്ടെങ്കിൽ ആ കുടിലുകളിലെത്തി എന്ന ചടങ്ങിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ പള്ളിപ്പാന മഹാകർമ്മത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ദിവസമാണ് ഫെബ്രുവരി മാസം 21-ാം തീയതി ശനിയാഴ്ച. ക്ഷേത്ര സന്നിധിയിലാകെ ലക്ഷക്കണക്കിന് സജ്ജനങ്ങൾ എത്തിച്ചേരുന്നു.